ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 7-ാം സങ്കീർത്തനം 2-ാം വാക്യം. അവൻ സിംഹമെന്ന പോലെ എന്നെ കീറിക്കളയരുതേ, വെടിവെപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചിന്തിക്കളയരുതേ. തനിക്കെതിരായി രാജ്യദ്രോഹവും വഞ്ചനയും ആരോപിച്ചവർക്കെതിരെ ന്യായം നടത്തണമെന്ന് ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഈ വാക്യത്തിൽ സിംഹം എന്ന പോലെ തന്നെ ആക്രമിക്കുവാൻ നടക്കുന്ന കീശിൻ്റെ മകനായ ശൗലിനെക്കുറിച്ചാണ് ദാവീദ് പരാമർശിക്കപ്പെടുന്നത്. തന്നെ ആരും സഹായിക്കാതെ ഇല്ലാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നു. വേട്ടയാടുന്ന സിംഹം പോലെ കീറിക്കളയാവുന്ന ശത്രുക്കൾ ശക്തരാണെങ്കിലും അവർ ബലവാനായ ദൈവത്തോളം വരികയില്ല എന്ന് ദാവീദ് വിശ്വസിക്കുന്നു. ബലവാനായ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങൾ തന്നെ വിടുവിക്കുവാൻ ശക്തമാണെന്ന് ദാവീദ് ആഴമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. ബലമുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ ഈ നാളുകളിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ ശത്രു എത്ര ബലവാനാണെങ്കിലും ബലവാനായ ശത്രുവിനേക്കാൾ ബലമുള്ള കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യതയോടെ ഈ നാളുകളിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, ബലഹീനതയിൽ ബലപ്പെടുത്തുന്ന ദൈവകൃപ അനുഭവിപ്പാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.